അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇന്ന് എൻ്റെ കൂടെയുള്ളത് കുഷാക്കാണ്. ഇത് കുഷാക്കിൻ്റെ ഒനിക്സ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റാണ്. ഒനിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കിലെ ഏറ്റവും ബേസ് മോഡലായിട്ട് ഇതിനെ പറയാനായിട്ട് പറ്റും. 1 ലിറ്ററിലാണ് ഈ ഒരു വേരിയൻറ്റ് നമുക്ക് വരുന്നത്. ഇപ്പം കുഷാക്കിൻ്റെ കാര്യത്തിൽ 1 ലിറ്റർ 1.5 നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ വേരിയൻസിനെ കുറിച്ച് പറയാം, എന്നിട്ട് പ്രൈസും പറയാം. ക്ലാസിക് എന്നതാണ് ഏറ്റവും ബേസ് മോഡൽ, 13 ലക്ഷം വരും ഓൺ റോഡ്. അതിനുശേഷം സിഗ്നേച്ചർ എന്ന വേരിയൻറ്റ് വരുന്നുണ്ട്, 17,50,000 വരും ഓൺ റോഡ്. പ്രസ്റ്റീജ് എന്ന വേരിയൻറ്റ് അതിനുശേഷം വരുന്നുണ്ട്, അത് 19,60 വരുന്നുണ്ട്. പിന്നെ സ്പോർട്ട് ലൈൻ എന്നൊരു വേരിയൻറ്റ് 17,72 വരുന്നുണ്ട്. മോണ്ടി കാർലോ 19,64 നമുക്ക് ഓൺ റോഡ് പ്രൈസ് വാഹനത്തിന് വരുന്നുണ്ട്. ഇനി ഓട്ടോമാറ്റിക്കലി നമ്മൾ കടന്നു കഴിഞ്ഞാൽ സിഗ്നേച്ചർ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 19,13 വരുന്നുണ്ട്. അതിനുശേഷം സ്പോർട്ട് ലൈൻ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 19,31 വരുന്നുണ്ട്. പ്രസ്റ്റീജ് ഓട്ടോമാറ്റിക് 20,90 വരുന്നുണ്ട്. മോണ്ടി കാർലോ ആണെങ്കിൽ 20,93 ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട്. ഇനി 1.5 നമുക്ക് ഈ വാഹനം അവൈലബിൾ ആണ്. 1.5 നമുക്ക് ഓട്ടോമാറ്റിക് മാത്രമേ വരുന്നുള്ളൂ. അതിലേക്ക് ഒരു സമയത്ത് സ്പോർട്ട് ലൈൻ ആണെങ്കിൽ 21,30 വരുന്നുണ്ട്. പ്രസ്റ്റീജ് 22,89 വരുന്നുണ്ട്. മോണ്ടി കാർലോ 22,93 വരുന്നുണ്ട്. ഈ കിടക്കുന്ന ഒനിക്സ് എന്ന വേരിയൻ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിന് 16 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത്. ഫീച്ചേഴ്സ് ജസ്റ്റ് പറഞ്ഞു തരാം. ഇപ്പോൾ ഇതിലേക്ക് ഒരു സമയത്ത് LED ആണ് ഇതിൻ്റെ ലൈറ്റ് യൂണിറ്റ് ഫ്രണ്ടിൽ നൽകിയിട്ടുള്ളത്. DR നൽകിയിട്ടുള്ളത് കാണാം. അത് പാർക്ക് ലൈറ്റ് ഓൺ ആക്കുന്ന സമയത്താണ് നമുക്ക് ഫംഗ്ഷനിങ് ചെയ്യുന്നത്. ഫോഗ് ലാമ്പ് വരുന്നുണ്ട്, അതിൽ തന്നെ കോർണറിംഗ് ഫംഗ്ഷൻ കൂടി നമുക്ക് വരുന്നുണ്ട്. ഗ്രില്ലിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ഗ്ലോസി ഫിനിഷും ക്രോം എലമെന്റ്സും ഒക്കെ കമ്പനി നൽകിയിട്ടുള്ളത് കാണാനായിട്ട് പറ്റും. സൈഡ് പോർഷനിലേക്ക് നമുക്ക് വരുന്ന സമയത്ത് അലോയ് വീല് ഈ ഒരു വേരിയന്റിൽ കമ്പനി നൽകിയിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെ അലോയ് വീല് നൽകിയത്. റൂഫ് റെയിൽ വരുന്നുണ്ട്, അത്യാവശ്യം വെയിറ്റിംഗ് കാര്യങ്ങൾ ക്യാരി ചെയ്യാൻ സാധിക്കും. മിററിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും അത്യാവശ്യം നല്ല ക്യാരക്ടർ ലൈൻസും ഒക്കെ നൽകിയിട്ടുള്ളത് കാണാം. ഡിഫോഗ് ലൈൻ വരുന്നുണ്ട്, റിയർ വൈപ്പർ കാണാം, സ്പോയിലറും ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പും നൽകിയിട്ടുണ്ട്. സ്കോഡയുടെ ഒരു ബ്രാൻഡിങ്, കുഷാക്ക് എന്നൊരു ബ്രാൻഡിങ് വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ ഈ വേരിയന്റിൽ നമുക്ക് കിട്ടില്ല. 385 ലിറ്റർ ബോർഡ് സ്പേസും കമ്പനി നൽകിയിട്ടുണ്ട്. ബെഞ്ച് ഫോൾഡിംഗ് ആണ് വരുന്നത്. അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. 4 ഡോർ പവർ വിൻഡോ കാണാം. മിറർ ഇലക്ട്രിക്കലി കൺട്രോളിംഗ് ഓപ്ഷൻ വരുന്നുണ്ട്. സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് അവൈലബിൾ ആണ്. ടിൽ ആൻഡ് ടെലസ്കോപ്പിക് ആണ് സ്റ്റിയറിംഗ് വീല് വരുന്നത്. സെൻട്രൽ ലോക്ക് നൽകിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് നല്ല കൺട്രോൾസ് വരുന്നുണ്ട്. ലെതർ റാപ്പിഡ് ആണ് സ്റ്റിയറിംഗ് വീല്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നൽകിയിട്ടുള്ളത് കാണാം. ഓട്ടോമാറ്റിക് ആണ് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നത്. ഇൻബിൽഡ് ആയിട്ട് എയർ പ്യൂരിഫയർ വരുന്നുണ്ട്. ചാർജറും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടർ ആണ് ഇതിൽ വരുന്ന ഗിയർ ബോക്സ്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ആംറസ്റ്റ് നമുക്ക് സ്ലൈഡിംഗ് ആയിട്ടുള്ള ആംറസ്റ്റും നൽകിയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റും. അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 പേർക്ക് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. റിയർ AC വെന്റ് നൽകിയിട്ടുള്ളത് കാണാം. 3 ഹെഡ് റെസ്റ്റും അഡ്ജസ്റ്റബിൾ ആണ് കമ്പനി കൊടുത്തിട്ടുള്ളത്.